ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞു റെസിപ്പി. ഇഡ്ലിക്കും ദോശക്കും ഇപ്പോൾ എന്നും സാമ്പാറും ചട്നിയും കൂട്ടി മടുക്കാറില്ലേ? 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ തക്കാളിക്കറി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കൂ. ഇഡ്ലിക്കും ദോശക്കും ഒപ്പം മാത്രമല്ല, നമുക്ക് ചപ്പാത്തി, പൊറാട്ട, തേങ്ങാപ്പത്തൽ ഇതിനൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ തേങ്ങാപ്പത്തൽ നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. 2 കപ്പ് മൈദക്കൊപ്പം 1 കപ്പ് റവയും ചേർത്ത് അതിൽ നിറയെ തേങ്ങയും 1 സ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്ത് പാകത്തിന് ഉപ്പിട്ട വെള്ളത്തിൽ കുഴച്ച് കല്ലിൽ പരത്തി വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി പത്തൽ റെഡി. ഈ തേങ്ങാപ്പത്തലിനൊപ്പം നമ്മുടെ ഈ തക്കാളിക്കറി നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഈ കറിയുടെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. സ്ലൈസ് ചെയ്തെടുത്ത ഒരു സവോള വേണം, വലുതാണെങ്കിൽ പകുതി മതി. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ചീന്തിയത്, 4 ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തതും വേണം. ഇനി ഒരു കുക്കറിൽ ഈ 4 ടൊമാറ്റോവും പിന്നെ അരിഞ്ഞെടുത്ത സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ പാകത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. പ്രഷർ മാറിയ ശേഷം കുക്കറിൽ നിന്ന് ഇത് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. കഴിഞ്ഞ് നമ്മുടെ ജോലി. ഇനി മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റുക. ശേഷം നന്നായിട്ടൊന്ന് വറവിടുക വെച്ചാൽ താളിച്ചൊഴിക്കുക. താളിച്ചൊഴിക്കാൻ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് കറിവേപ്പിലൊന്ന് ഇടുക. മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും ലാസ്റ്റിൽ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഇളക്കിയ പാടെ നമ്മളെ തക്കാളിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ കറി റെഡി. കായം ഞാൻ ഈ തക്കാളിക്കറി ചെയ്തിട്ടുള്ളത് അരിദോശക്കൊപ്പം കൂട്ടി കഴിക്കാനാണ്. ഇഡ്ലിക്കൊപ്പം നല്ല കോമ്പിനേഷൻ തന്നെയാണ്. തിരക്കിട്ട് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും നമ്മുടെ ബാച്ചിലേഴ്സിനും ഇത് നല്ലൊരു എളുപ്പക്കറിയാണ്. ഒരു 2-3 മിനിറ്റ് ശരിക്കും വേണ്ടുള്ളൂ. എല്ലാം ഒന്ന് മുറിച്ചിട്ടിട്ട് ഒരു 3 വിസിൽ അത്രയേ ആവശ്യമുള്ളൂ. ഒന്ന് താളിച്ചൊഴിക്കുക. നിങ്ങൾക്ക് ഈ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.